ഹായ്, എല്ലാവർക്കും രാഗാസ് കിച്ചൻ വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാണ്ട് മുട്ട വെച്ചിട്ട് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. തൃശ്ശൂർക്കാരുടെ സ്റ്റൈലാണ് ഈ കറി. ഒരുവിധം തൃശ്ശൂർ തന്നെയാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഞാൻ പണ്ട് പിള്ളേർക്ക് എളുപ്പത്തിൽ ഒരു മുട്ടക്കറി വെക്കാന്ന് പറയുമ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. മുട്ടക്കറി വെക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു മാങ്ങ നമ്മുടെ വീട്ടിലന്ന് മോനായിട്ട് ഇട്ടുണ്ടാവുന്നു. നമ്മുടെ മാവും പൂത്തു വന്നിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളാം. അപ്പോൾ മാങ്ങയ്ക്ക് ഉണ്ടായി തുടങ്ങി. അപ്പോൾ മാങ്ങ പൊട്ടിച്ചിട്ടത് മാങ്ങ നീളനെ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞേക്കണത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളകും നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് 5 മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഈ പെരുംജീരകപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാം. പിന്നെ നമുക്ക് കാച്ചാനായിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നാളികേരമാണ്. അത് നമുക്ക് അരയ്ക്കാനാണ്. അപ്പോൾ അരയ്ക്കാനും ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. കറി വെക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാതും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും സബോള വേപ്പിൻ്റെ നമ്മൾ തണ്ട് പൊട്ടിക്കാത്തതാണ് നീക്കി വെച്ചത് കേട്ടോ. സബോള, പച്ചമുളക്. നമുക്കിതേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഈ കറി എപ്പോഴും ഈ പറഞ്ഞ പോലെ തൃശ്ശൂർക്കാർ തന്നെ വെക്കാറ്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. പൊടികളൊക്കെ ആയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. നേരം അരച്ചെടുക്കാനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു 1/4 ഗ്ലാസോളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വേണ്ടി വരില്ല, കുറച്ച് മതി. നന്നായി അരച്ചെടുക്കാം കേട്ടോ. നാളികേരം ഒന്ന് അരച്ചെടുക്കാം. നാളികേരമൊക്കെ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് ആ. ഇനി നമുക്ക് നമ്മുടെ ഇത് കറി 10 മിനിറ്റോളം അതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അത് നമുക്കിത് തുറക്കാം. എന്നിട്ട് നമുക്ക് നാളികേരത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളികേരം ഈ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ആയിട്ട് കൂട്ടി പറ്റാട്ടോ. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ മിക്സിയുടെ ഉള്ളിൽ കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടി ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തു. നമുക്ക് ഈ വെള്ളം പോരായാണ്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ട് നമുക്ക് ഇനി സ്റ്റൗവൊക്കെ കത്തിച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്കിതേ കറി എന്തായി എന്നൊക്കെ നോക്കാട്ടോ. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്ക് പുളി ഉപ്പൊക്കെ നോക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 5 മുട്ടയാണ് എടുത്തേക്കണേ കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ മുഴുവനോട് ഇടണമെങ്കിൽ ഇടാം. അതല്ല ഇതുപോലെ പൊളിച്ചിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ മുറിച്ചിട്ട് തന്നെ ഇടാറ്. മുട്ടയ്ക്കും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ട ഇങ്ങനെ പൊളിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കൊരു പുളി ഉപ്പൊക്കെ പിടിക്കും. അപ്പോൾ നമ്മുടെ ചാറൊക്കെ കറിയുടെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇത് ഇരുന്ന് തന്നെ വയ്ക്കും കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഉള്ളി താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നിലൊക്കെ പറയാറുണ്ട്, കറിക്ക് ഇപ്പോൾ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഒപ്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറിയുടെ ഉപ്പ് കറക്റ്റ് പാകം കിട്ടാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉലുവിട്ട് കൊടുക്കാം. ഉലുവയ്ക്കും പൊട്ടിയിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ.
കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്തോട്ടാ നമുക്ക്. അപ്പോൾ സ്റ്റവൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നമുക്ക് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് കുറച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് പോലെ തന്നെ ഒഴിച്ചിട്ട് മീനില്ലാത്ത മുട്ടക്കറി, മീൻകറി പോലത്തെ മുട്ടക്കറി റെഡി ആയി കിട്ടാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 മുട്ടയുണ്ടെങ്കിലും 2 മുട്ടയിലും നമുക്ക് പെട്ടെന്ന് ഒരു കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.